ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്കിറ്റിന് വേണ്ടി ഡ്രസ്സ് റെൻറ്റിന് എടുക്കാനായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ കയറ്റുന്നുണ്ട്. ബസ് നല്ല തിരക്കായതുകൊണ്ട് ആകെ നമുക്ക് കഷ്ടപ്പെട്ട് ഒരു സീറ്റ് കിട്ടി. ആ സീറ്റിൽ എല്ലാവരും നമ്മുടെ പാവം ബ്രിസ്റ്റോടെ മടിയിലാണ് എല്ലാവരും കയറിയിരിക്കുന്നത്. അവനൊന്നും വിഷയമുള്ള കാര്യമില്ല, അവൻ ജിമ്മനാണ് ഗൈസ്. നമ്മുടെ നമ്മളോട് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇറക്കിയിട്ട് അവളൊക്കെ ബസ്സേ കയറി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കേണ്ട കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവരോട് പറഞ്ഞ് അവർ നമുക്ക് എടുത്ത് നമ്മൾ ഇട്ട് നോക്കുകയാണ്. ഇതാണ് നമ്മുടെ റോഷൻ, സുമ്മാ വായാണ് കൈസ്. അപ്പോൾ നമ്മുടെ റോഷൻ്റെ കോസ്റ്റ്യൂം ഇട്ട് തീപ്പൊരു പെർഫോമൻസും കണ്ട് നമ്മൾ ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ മേരി സ്കിറ്റില്ലേ, അവളും ഡ്രസ്സും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോയലിന് താടി വെക്കണമെന്ന് പറഞ്ഞാൽ അവൻ താടിയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രിസ്റ്റോമോന് പെണ്ണുവേഷം കെട്ടണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവനെ പെണ്ണുവേഷം കെട്ടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, സ്കിറ്റിൽ ഞാൻ കളിക്കുന്ന കോസ്റ്റ്യൂം ഇതാണ്. അപ്പം ഞാൻ ജോസഫായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോയലിനും ഇതുപോലെ ആവണമെന്നുണ്ട്. അപ്പം നമ്മൾ അവനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെയും കോളേജിലോട്ട് പോകണം. അപ്പം നല്ല ട്രാഫിക്കും കാര്യങ്ങളായിരുന്നു. നമ്മുടെ ഊബർ ചേട്ടാ നമുക്ക് നമ്മുടെ മലയാളി പാട്ടൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ജസ്റ്റിന് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ കോളേജിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഫാഷൻ ഷോയുടെ പ്രാക്ടീസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. 10 മണി വരെ കോളേജ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് എല്ലാം നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.